ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് ഇന്ത്യ ഭരിച്ച ആദ്യ പ്രധാനമന്ത്രി മുതൽ ഇപ്പോഴുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ സിയാറത്ത് ചെയ്ത ഇന്ത്യയിലെ ഒരു മഖാമുണ്ട്. അതാണ് ആജാ മുഹീനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി തങ്ങളെ മഖാമ്. ആജാ തങ്ങൾ അജ്മീരിലെത്തിയത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന പ്രകാരമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് ചെന്ന് ആജാ തങ്ങൾ സിയാറത്ത് കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കനവിൽ വരികയും ആജാ തങ്ങളോട് പറയുന്നു, ഇന്ത്യയിൽ പോകണം, അവിടെ അജ്മീർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ പോയി ഇസ്ലാമിക പ്രബോധനം നടത്തണമെന്നും. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഓർഡർ പ്രകാരം ഇറാഖ് വഴി കുതിരപ്പുറത്ത് ആജാ തങ്ങൾ അജ്മീറിലെത്തുന്നു. അന്ന് രാജ്യം ഭരിച്ചിരുന്നത് രജക് ഭക്തർ രാജാക്കന്മാരായിരുന്നു. ആജാ തങ്ങൾ അജ്മീറിലെത്തിയാരെ നിരവധി കറാമത്തുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരിക്കലും വറ്റാത്ത അനാസാഗർ തടാകം ആജാ തങ്ങളുടെ കറാമത്തിലൂടെ വറ്റിക്കുകയും അതിൽ വെള്ളം വീണ്ടും നിറയുകയും ചെയ്തിട്ടുണ്ട്. ഈ അത്ഭുതം കണ്ട 10,000-കണക്കിന് പേർ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ സുൽത്താനാണ് ഹാജാ തങ്ങള്, ഹാജാ മുഹീനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി തങ്ങള്. അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ മന്ത്രവാദി പോലും ഹാജാ തങ്ങളുടെ മുന്നിൽ പരാജയപ്പെട്ടു. എല്ലാ അടവുകളും പയറ്റിയതിന് ശേഷം പരാജയപ്പെട്ടപ്പോൾ അവസാനം ഇസ്ലാം മതം സ്വീകരിച്ചു ആ മന്ത്രവാദി. ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിസ്തി അൽ-അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീർ. ഇന്ത്യയുടെ സുൽത്താന ഖാജ തങ്ങള്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? മോഡിയാണ്. ഇന്ത്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. ആവട്ടെ, ഇന്ത്യ ഭരിച്ച എല്ലാ പ്രധാനമന്ത്രിമാരും ഇന്ത്യ ഭരിച്ച എല്ലാ പ്രസിഡന്റുമാരും സിയാറത്ത് ചെയ്ത ഏക മഖ്ബറയേതാണ്? ഖാജാ മുഈനുദ്ദീൻ തങ്ങളുടെ മഖ്ബറയാണ്. മൂന്നാമത് അധികാരം കിട്ടിയപ്പോഴും നരേന്ദ്രമോദി അജ്മീറിൽ പോയി, സർദാർ വല്ലഭായ് പട്ടേൽ അജ്മീറിൽ പോയി, VP സിംഗ് അജ്മീറിൽ പോയി, മൻമോഹൻ സിംഗ് അജ്മീറിൽ പോയി, ഇന്ദിരാഗാന്ധി പോയി, മഹാത്മാഗാന്ധി പോയി. കാരണം അജ്മീറിൽ കിടക്കുന്ന ആളാരാ? ഇന്ത്യയുടെ സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ രാജാവ് ഖാജാ തങ്ങളാണ്. ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ കറാമത്ത് കൊണ്ട് 1,60,000 ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന മഹാനാണ് ഖാജാ മുഈനുദ്ദീൻ അൽ-അജ്മീർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീർ. അജ്മീറാണ് ഇന്ത്യയിലെ ഔലിയാക്കളുടെ അതിന്റെ കീഴ്പ്പെട്ടുള്ള ഔലിയാക്കളെയാണ് ഇവിടെ ഇന്ത്യയിലുള്ളൂ. ഖുതുബ് സമാനായാലും ഖുതുബുൽ ആലമായാലും മറ്റാരായാലും ഖാജാ തങ്ങൾ അങ്ങനെയാണ്. അവരൊക്കെ സുൽത്താൻ അവിടെയാ കിടക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്ത് മദീനയിൽ ചെന്ന് സിയാറത്ത് കഴിഞ്ഞ് ഉറക്കത്തിലാണ് ഖാജാ തങ്ങൾക്ക് റസൂലുള്ളാഹി സ്വപ്നം കാണിക്കുന്നത്, മോനെ നീ ഇന്ത്യയിലേക്ക് പോണം, അവിടെ അജ്മീർ വന്ന സ്ഥലമുണ്ട്, അവിടെ പോണം, അവിടെ കേന്ദ്രീകരിച്ച് ഇസ്ലാമിക പ്രബോധനം നടത്തണം. അങ്ങനെയാണ് ഇറാൻ വഴി കുതിരപ്പുറത്ത് മഹാനായ ഖാജാ തങ്ങള് അജ്മീറിൽ വന്നുകൊണ്ട് അജ്മീറിന്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു തടാകണ്ട്, ഞാൻ നിർത്തുകയാണ്, അനാസാഗർ തടാകം. തൊട്ടടുത്ത് കാണുന്ന തടാകമാണ് അനാസാഗർ. അതിലെ വെള്ളം പറ്റിയത് ചരിത്രത്തില്ല, ഒരിക്കൽ വെച്ച് ഖാജാ തങ്ങളെ ഇന്ന് ഒതുകൊടുക്കാണ്. അവിടെ മുസ്ലിം വെച്ച് നിസ്കരിക്കാണ്. അപ്പോ രജപുത്ര രാജാക്കന്മാരാണെന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അവർക്ക് വിവരം കൊടുത്തു. ആരോ ഒരു വിദേശിയായ ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. അയാൾ ഭയങ്കര നിസ്കാരമൊക്കെയാണ്, മന്ത്രവാദിയാണ്. അയാള് ചിലപ്പോ നമ്മുടെ രാജാധികാരം തട്ടിപ്പറിക്കാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അയാളെ ഇവിടുന്ന് പുറത്താക്കണം. കേട്ട പാതി കേൾക്കാത്ത പാതി രാജാവ് കുറച്ച് പട്ടാളക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു അയാളെ പിടിച്ച് മര്യാദക്ക് പോകാൻ പറയും, കൊന്നു കളയും. ഖാജാ തങ്ങൾ നിസ്കാരം കഴിഞ്ഞ വരെ ഇവർ വന്നു.
നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോ ഈ പട്ടാളക്കാർ വന്നിട്ട് പറഞ്ഞു അറബി നീ എത്രയും പെട്ടെന്ന് നാട് ഇല്ലെങ്കിൽ കൊല്ലാനാണ് രാജാവിന്റെ ഓർഡർ. അപ്പൊ ഖാജാ തങ്ങൾ പറഞ്ഞു ഞാനിവിടെ രാജ്യം കളിക്കാൻ വന്നായില്ല, ഇലക്ഷൻ മത്സരിക്കാൻ വന്നായില്ല, രാജാവാകാൻ വന്നായില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ആവാന്നായില്ല, എനിക്ക് ദീന് പ്രചരിപ്പിക്കലാണ്. അത് കഴിഞ്ഞാൽ ഞാനങ്ങ് പോകും. അത് കഴിയാതെ പോണ പ്രശ്നം. അപ്പോ രാജാവിന്റെ ഭടന്മാര് പോയി രാജാവിനോട് പറഞ്ഞു അയാൾ പോകില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ആരോ പറഞ്ഞു അയാൾ ഭയങ്കര മന്ത്രവാദിയാണ് പറയുന്നത്. എന്നാ പിന്നെ അയാളെ മന്ത്രവാദം ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന സമയത്ത് പട്ടാളക്കാർ വന്നിട്ട് പറഞ്ഞു ഒരു തുള്ളി വെള്ളം ഇനി അനാസാഗർ എടുത്താൽ നിങ്ങളെ കൊല്ലാനാണ് ഓർഡർ. ഖാജാ റളിയല്ലാഹു അൻഹു അജ്മീർ എന്ന് പറയുന്ന തൊട്ടടുത്ത് കിടക്കുന്ന അനാസാഗർ തടാകത്തിലേക്ക് ഇറങ്ങി ഒരു കൈക്കുമ്പളിൽ കുറച്ച് വെള്ളമെടുത്തുകൊണ്ട് തന്റെ പാത്രത്തിൽ അങ്ങടച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഒരിക്കലും പറ്റാത്ത അനാസാഗർ ഇങ്ങനെ വറ്റി ദിവസങ്ങൾക്കുള്ളിൽ അത് വറ്റി വരണ്ടു. അജ്മീറിന്റെ പരിസരത്ത് വെള്ളം കിട്ടാതെയായി. ആളുകൾ വെള്ളം കിട്ടാതെ രാജാവിനോട് പരാതി പറഞ്ഞു. അത്ഭുതം കാണിക്കുന്ന സിദ്ധന്റെ പണിയാണിത്. രാജാവ് പറഞ്ഞു അയാളോടത് തുറന്നു വിടാൻ പറ. അപ്പോൾ ഖാജാ തങ്ങൾ എന്ത് ചെയ്തു? അനാസാഗറിലേക്ക് ആ വെള്ളം കൊണ്ടുപോയി ഒഴിച്ചു. يا خير من دفنت بالقاء يعلمه فطاب من طيبهن القاء والأكم. അല്ലാഹുവിന്റെ റസൂലിന്റെ വിരലിന്റെ ഇടയിലൂടെ ഉറവ പൊട്ടി വലിച്ച മുഅ്ജിസത്തിന് വിധങ്ങൾ കാണിച്ചിട്ടില്ലേ? മുഅ്ജിസത്താകുമ്പോ അമ്പിയാക്കൾക്കാണ്, കറാമത്താകുമ്പോ ഔലിയാക്കൾക്കാണ്. ഖാജാ തങ്ങൾ ആ വെള്ളം അതിലേക്ക് അങ്ങൊഴിച്ചപ്പോൾ വറ്റി വരേണ്ട തടാകമതാ പതുക്കെ വെള്ളം കൊണ്ട് നിറയാൻ തുടങ്ങി. മണിക്കൂർ കൊണ്ട് അനാസാഗർ നിറഞ്ഞു കവിഞ്ഞു. ഈ കറാമത്ത് നേരിട്ട് കണ്ടപ്പോൾ 10,000-കണക്കായ ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു. ഖാജാക്ക് അണികൾ കൂടി ഒരു വലിയ പ്രസ്ഥാനമായി മാറുമെന്ന് കണ്ടപ്പോൾ രാജാവിന് പേടിയായി. ഈ ഖാജ തന്റെ ഭരണം തകർക്കോ? അപ്പൊ ഖാജാ തങ്ങളെ തോൽപ്പിക്കണം. അതിനടുത്തളവ് രാജാവ് പ്രയോഗിച്ചു. ഇയാൾ ഭയങ്കര മന്ത്രവാദിയാണ്. അതുകൊണ്ട് മന്ത്രവാദം കൊണ്ട് ഇവനെ തോൽപ്പിക്കാൻ പറ്റുമോ? യുദ്ധം ചെയ്ത് പറ്റില്ല. അപ്പൊ അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മന്ത്രവാദിനെ പഠിച്ചോണ്ടോ ഒരു മന്ത്രവാദിനോട് പറഞ്ഞു ഈ അജ്മീറിലിരിക്കുന്ന സിദ്ധണ്ടല്ലോ അയാളെ മന്ത്രവാദം ചെയ്ത് കൊല്ലണം. അങ്ങനെ കൊന്നാൽ ഈ ആവശ്യപ്പെടുന്നത് മുഴുവൻ തരാനും. ഖാജാ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് അടുത്തേക്ക് മന്ത്രവാദി വന്നിട്ട് പറഞ്ഞു നീ സൗദി അറേബ്യയിൽ നിന്ന് വന്നേ മര്യാദക്ക് പോ. അപ്പൊ ഖാജാ തങ്ങൾ പറഞ്ഞു ഞാൻ പോകാം, ഞാനിവിടെ കുടികെട്ടി താമസിക്കാൻ വന്നിട്ടില്ല. പക്ഷേ എന്റെ ദൗത്യം പൂർത്തീകരിക്കാതെ പോകില്ല. ആരാധനയ്ക്ക് അർഹതയുള്ളവർ അല്ലാഹുവാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബാണ്. അത് പ്രചരിപ്പിക്കാൻ എന്റെ ലക്ഷ്യമുള്ളൂ, വേറൊന്നുമില്ല. ഞാൻ രാജാവിനോട് എതിർക്കാനില്ല, രാജഭരണം പിടിക്കാനില്ല, യുദ്ധത്തിനില്ല. എന്ത് പറഞ്ഞിട്ടോ ആ മന്ത്രവാദി സമ്മതിക്കില്ല. മന്ത്രവാദി പറഞ്ഞു എന്നാ പിന്നെ നിനക്ക് കൈ ഒരടി അജ്മീറിന്റെ 4 ഭാഗത്ത് കാണുന്ന പർവ്വതത്തിലേക്ക് നോക്കി വിളിച്ചു അഗ്നി പറഞ്ഞു. പെട്ടെന്ന് ഓടിങ്ങി വന്നു. ഖാജാ തങ്ങളെ വിഴുങ്ങാൻ അജ്മീറിന്റെ പർവ്വതത്തിൽ നിന്ന് തീങ്ങട് പടർന്ന് പന്തലിച്ചു വന്നപ്പോ ഖാജാ തങ്ങളുടെ മുരീദന്മാര് പറഞ്ഞു തങ്ങളെ നമ്മളെന്താ ചെയ്യാ. ഖാജാ തങ്ങളൊന്നും വേണ്ടിയില്ല. തീയും അടുത്തടുത്ത് വന്നപ്പോ ഖാജാ തങ്ങൾ വലത്തെ കൈയെടുത്തിങ്ങ് കാണിച്ചിട്ട് പറഞ്ഞു യാനാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹീം. ഈ ആയത്തോതിയുടെ കയ്യങ്ങ് കാണിച്ചപ്പോ ആ തീ അണഞ്ഞുപോയി. ഒന്നാമത് മന്ത്രവാദി തോറ്റപ്പോ രണ്ടാമത്തെ വിദ്യ അവനെടുത്തു. അജ്മീറിന്റെ കുന്നിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു വാ. കയ്യങ്ങ് കാണിച്ചപ്പോൾ വലിയ തലയുള്ള പാമ്പുകൾ ഇങ്ങോട്ട് ഓടി വന്നിട്ട് ഖാജാ തങ്ങളുടെ നേർക്കതാ ചീറിപ്പാഞ്ഞു വരികയാണ്. ഖാജായുടെ മുരീദന്മാര് പറഞ്ഞു തങ്ങളെ പാമ്പ് കടിച്ച് നമ്മളൊക്കെ മരണപ്പെട്ടു പോകോ? ഖാജാ തങ്ങൾ പറഞ്ഞു മിണ്ടാതിരി
മാതിരി ആ പാമ്പുകള് ഖാജാ തങ്ങളുടെ അടുത്തങ്ങ് വന്നപ്പോൾ ഖാജാ തങ്ങൾ എന്റെ കയ്യിങ്ങ് നീട്ടിയിട്ട് പറഞ്ഞു, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. സകല പാമ്പും ചത്തു വീണു. മൂന്നാമത്തെ അടവിനോട് ഈ മന്ത്രവാദി പറഞ്ഞു, എന്റെ രണ്ടെണ്ണ തോൽപ്പിച്ചില്ലേ, ഇതില് നിന്റെ അവസാനം കുറിക്കാം. ആ മന്ത്രവാദി എന്ത് ചെയ്തു? പെട്ടെന്ന് ആകാശത്തേക്കാണ് പറന്നു. എന്നിട്ട് ഖാജാടെ തലക്ക് ഭാഗത്തിന് മുകളിൽ കൂടെ പറക്കാൻ ചെറിയില്ലാതെ എന്നിട്ട് എന്ത് ചെയ്തു? വലിയ വലിയ കല്ലെടുത്തിട്ട് കുരീരന്മാരെ മണ്ടക്ക് ഖാജാ തങ്ങളെ വൃത്തികെട്ട നിലക്ക് തുപ്പ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി. ഖാജ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അവിടുത്തെ കാലിൽ കിടക്കുന്ന ചെരുപ്പ്, ആ കാലത്ത് ഈ ചെരുപ്പെല്ലാം മരത്തിന്റെ ചെരുപ്പാണ്. മെഗടി എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ പലരുടെ വീട്ടിലുണ്ടാവും. വല്യപ്പെട്ടിരുന്ന ചെരുപ്പുണ്ട്, മരത്തിന്റെ ചെരുപ്പ് മെഗടി എന്ന് പറയും മലയാളത്തിൽ. ഇവിടെ എന്താണെന്നറിയാ, കർണാടകയിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ ഒരു ചെരുപ്പുണ്ട് പഴയ കാലത്ത് ഉദൂർത്തൊക്കെ വരിക ഈ മരത്തിന്റെ ചെരുപ്പിന്റെ മുള്ള. ആ ചെരുപ്പാണ് ഖാജാ തങ്ങളുടെ കാര്യമൊക്കെ എടുക്കുന്നത്. ആദ്യം എടുത്തിട്ട് പറഞ്ഞു ആ മന്ത്രവാദിയുടെ മണ്ടക്ക് പോയിട്ട് അടി തുടങ്ങി. അവന് പറക്കാൻ പറ്റാതെ കീപ്പട്ടി ചാടി. അവൻ അതാ കൂപ്പ് കയ്യോടെ വന്നിട്ട് പറയാണ്, ഞാൻ തോറ്റുപോയി. ഈ മന്ത്രവാദിയല്ല, നീ ദിവ്യനാണ്, അല്ലാഹുവിന്റെ കഴിവ് കിട്ടിയ ആളാണ്. ആദ്യമായി അജ്മീറിൽ വെച്ചുകൊണ്ട് മുസ്ലിമാകുന്നത് അവനാണ്. അപ്പ ഖാജായുടെ മുമ്പിൽ മുസ്ലിമായത് അവനാണ്. ഇങ്ങനെ കറാമത്ത് കാണിച്ചിട്ട് 10,000 ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന മഹാനാണ് സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീനുൽ ചിശ്തി.